ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി കുളത്തുപുഴയിൽ നിന്ന് പുനലൂരിലുള്ള കുടുംബ വീട്ടിലോട്ട് വരികയാണ്. അവിടെ എല്ലാ സഹോദരങ്ങളും വന്നിട്ടുണ്ട്. സ്റ്റീഫനും ആൽബിയും റോബിച്ചനും ആൻസി എല്ലാം അവിടെ ഉണ്ട്. അവരുടെ എല്ലാം ഒരേ ആവശ്യവും ഐക്യകണ്ഠമായിട്ട് അവർ പറയുന്നുണ്ട്. അലീനെ അവിടുന്ന് പറഞ്ഞയക്കണം. അലീനെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കെല്ലാം ഒരു ബുദ്ധിമുട്ടാണ്. കാരണം പുറത്ത് എല്ലാവരും അത് ലാലിച്ചായൻ്റെ അവിഹിത സന്തതിയായിട്ട് മാത്രമേ ആ കുട്ടിയെ കാണത്തുള്ളൂ. അത് ഞങ്ങൾക്കും പേരുദോഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആരെന്ത് പറഞ്ഞാലും സ്റ്റാൻലി പറയുന്നുണ്ട്, അവൾ എനിക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. അവൾ എനിക്കൊരു മകൾ ജനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം അവൾ ഇത്രയും നാൾ അനാഥാലയത്തിൽ ആരുമില്ലാത്തവളെ പോലെ കഴിഞ്ഞു. പക്ഷേ എൻ്റെ മകളാണെന്ന് എനിക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി അവൾ എൻ്റെ കൂടെ കുളത്തൂപ്പുഴയിൽ റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളായിട്ട് തന്നെ കഴിയും. അതിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നേണ്ട കാര്യമില്ല. അവൾക്ക് ന്യായമായി കിട്ടേണ്ട എല്ലാ അവകാശങ്ങളോടും കൂടി തന്നെയാണ് അവൾ എൻ്റെ കൂടെ താമസിക്കുന്നതെന്ന് പറയും. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും സ്റ്റാൻലിയുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം സ്റ്റാൻലി നേരെ കുളത്തൂപ്പുഴയ്ക്ക് വരികയാണ്. അവിടെ വന്നിട്ട് അതേക്കുറിച്ചാണ്ട് പറയുന്നുണ്ട്. വീട്ടിൽ പോയ കാര്യവും എല്ലാവരുടെ അഭിപ്രായവും സ്റ്റാൻലിയുടെ അഭിപ്രായം അവിടെ അവതരിപ്പിച്ചെന്നും ഒരു കാരണവശാലും അലീനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ സാധിക്കത്തില്ലെന്ന് തന്നെ അവരോട് പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും അലീന ഉപവാസം അവസാനിപ്പിക്കുന്ന ലക്ഷണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടിച്ചായനും ഫുഡ് കഴിക്കത്തില്ല. അച്ഛനും എന്താ അവളെപ്പോലെ ഭക്തിമാർഗം തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കും. ഭക്തിമാർഗ്ഗമൊന്നുമല്ല, എനിക്കും വിശപ്പില്ലെന്ന് പറയും. നിങ്ങൾക്ക് ആർക്കും എന്താ വിശപ്പില്ലാത്ത? എല്ലാവരും എന്നോട് മത്സരിക്കാൻ നിൽക്കുവാണോ? ഇവിടെ ഈ ഒരു വീട്ടിൽ ഞാൻ തീരുമാനിക്കുന്നത് മാത്രമേ നടക്കത്തുള്ളൂ. അപ്പച്ചൻ വെറുതെ അവളെ എരിയേറ്റാനായിട്ട് നിൽക്കേണ്ട, അപ്പച്ചൻ ഇനി ഇവിടെ നിൽക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അത് കുട്ടിച്ചാനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് കുട്ടിച്ചാൻ പറയും, പിന്നെ നീ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ലേ? നീ ഇപ്പോഴല്ലേ വലിയ കേണലായത്? ഇതിനു മുമ്പ് നീ കുഞ്ഞായിരുന്നപ്പം എൻ്റെയും ചിന്നമ്മയുടെയും ദേഹത്ത് കിടന്ന് തുള്ളികൾ ചെല്ലിടാ നീ വളർന്നു വന്നത്. നീ എൻ്റെ അടുത്ത് ഇവിടുന്ന് പോകാൻ പറയുന്നു. അങ്ങനെ നീ പറയുമ്പോൾ പോകാനൊന്നും എനിക്ക് മനസ്സില്ലെങ്കിലോ? അതുപോലെ തന്നെ ഞാനും ചിന്നമ്മ ഒറ്റക്കെട്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ദേഷ്യപ്പെട്ടങ്ങ് പോകുന്നുണ്ട്. അപ്പം സ്റ്റാൻലിക്ക് അറിയാം ഒരു കാരണവശാലും ചിന്നമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് കുട്ടിച്ചാൻ അവിടുന്ന് പോകത്തില്ലെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ മൗനസമ്മതത്തോടു കൂടി തന്നെ സ്റ്റാൻലി അതെല്ലാം ഇങ്ങനെ അനുവദിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലെ അവസ്ഥ മാറി മറിയുകയാണ്. ബാലചന്ദ്രൻ മദ്യപിച്ച് അബോധാവസ്ഥയിലാണ് വീട്ടിലോട്ട് വരുന്നത്. അത് കാണുന്ന കൃഷ്ണജയ്ക്ക് നല്ല വിഷമമാണ്. കൃഷ്ണജ പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ മദ്യപിക്കരുത്, ഡോക്ടർ പറഞ്ഞിട്ടില്ലേ കുറച്ച് നാളത്തേക്ക് അച്ഛൻ വളരെയധികം കെയർ ചെയ്യണമെന്ന്. അലീന ചേച്ചി കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ മദ്യപിക്കത്തില്ലായിരുന്നല്ലോ, എന്ത് ശ്രദ്ധിച്ചാൽ ചേച്ചി അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്. അതാ മോളെ, എൻ്റെ ഒരു വലങ്കൈ നഷ്ടപ്പെട്ടാണൊക്കെ എനിക്ക് എൻ്റെ മോൾ ഇവിടുന്ന് പോയപ്പം. അവളായിരുന്നു ഈ വീട്ടിലെ വെളിച്ചം, അവൾ പോയി, ഇതിപ്പോൾ ഇരുട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രേതമുള്ള ഇരുട്ടാന്നൊക്കെ പറഞ്ഞങ്ങ് വരികയാണ്. ആ സമയത്താണ് നമ്മുടെ വൈജയെ കാണുന്നതും പറയും, ചതി, എൻ്റെ ജീവിതത്തിൽ എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിച്ചു. ഞാനോ ഒരു വിഡ്ഢിയായിപ്പോയി. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പെൺകുട്ടിയെ മോഹിച്ചു, അവളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഞാൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് ലക്ഷപ്രഭുവായി. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഈ നിൽക്കുന്ന വൈജയന്തിയുടെ അച്ഛൻ കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമമേനോട് ഞാൻ ചോദിച്ചു അയാളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുമെന്ന്. പക്ഷേ അപ്പോഴും ഞാൻ അറിഞ്ഞില്ല ഒരു ചതി ഇതിൽ മണക്കുന്നുണ്ടെന്നുള്ള കാര്യം. എന്നെ ചതിച്ചു, എൻ്റെ സ്നേഹത്തെ എല്ലാവരോടും ചേർന്ന് മുതലാക്കി, എൻ്റെ ജീവിതം തകർന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വൈജു ചോദിക്കും, ബാലേന്ദ്രൻ എന്തൊക്കെയായി പറയുന്നത് എന്ന് പറയും. നീയാ എൻ്റെ ജീവിതം തകർത്തതെന്ന് പറയും. നീ ഒരുത്തി കാരണമാണ്. പക്ഷേ നീ പ്രതീക്ഷിച്ചു ഇനി ഒരു തവണ കൂടി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഇനി ഹോസ്പിറ്റലാവത്തില്ല, നേരെ ഞാനങ്ങ് പോത്തതേ ഉള്ളൂ, എൻ്റെ ജീവിതം തകർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബോധമില്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. വൈജയന്തിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങ് സങ്കടവും വിഷമവും. ഇനി എന്തെങ്കിലും തൻ്റെ പാസ്റ്റ് എങ്ങാനും മനുവോ അലീനെ എങ്ങാനും ബാലേന്ദ്രനോട് പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളാണ് വൈജയന്തിക്ക് ഇങ്ങനെ ഓർമ്മയിൽ വരുന്നത്. അപ്പോഴത്തേക്ക് വൈജയന്തി വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. കൃഷ്ണജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മറ്റൊരു അവസ്ഥ അതേ വീട്ടിൽ അരങ്ങേറുന്നതാണ് ബബിതയുടെ പ്രശ്നം. ബബിതയും വളരെ റൂഡായിട്ടൊക്കെയാണ് പെരുമാറുന്നത്. സാധാരണ അലീന ചേച്ചി ഉള്ള കണക്കല്ല, ഭയങ്കര മുമ്പ് ബബിത എങ്ങനെയായിരുന്നു അതുപോലത്തെ രീതിയിലാണ്. അപ്പോൾ അമിത്തിന് മറ്റൊരു ഗേൾഫ്രണ്ടുമായിട്ട് പിന്നെയും ഇഷ്ടത്തിലായ കാര്യമൊക്കെ നമ്മുടെ ബബിത അറിയുന്നുണ്ട്, ബബിതയെ നേരിൽ കാണുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ ബബിതയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസവും ബബിത പറയും, എന്തായാലും അവനെ ഒന്നുകൂടി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും വണ്ടി എടുത്തുകൊണ്ട് നേരെ കോളേജിലോട്ട് ചെല്ലുന്നുണ്ട്. കോളേജിൽ ചെല്ലുന്ന സമയത്ത് അവിടെ അമിത്തില്ല. അങ്ങനെ അമിത്ത് എവിടെ പോയെന്ന് അമിത്തിൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാൻ പറയും. അവന് പുതിയൊരു ഗേൾ ഫ്രണ്ട് സെറ്റായിട്ടുണ്ട്, നീ ആ കാര്യം അറിഞ്ഞില്ലേ, നിന്നെ അവന് മടുത്ത് കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ബബിത വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നേരത്ത്
കൂട്ടുകാർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നത് ബബിത കേൾക്കുന്നുണ്ട്. ഇവള് നമ്മൾ വിചാരിച്ച കണക്കൊന്നും അല്ലല്ലോ, കണ്ടാൽ എന്ത് പാവം പോലെ ഇരിക്കുന്നത്. ഇവളുടെ ക്ലിപ്പിങ്സൊക്കെ അമിത് നമുക്ക് കാണിച്ചു തന്നില്ലായിരുന്നോ? ഇവള് ചില്ലറക്കാരിയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ ഇവർ തമ്മിൽ അടക്കം പറയുന്നത് ബബിത കേൾക്കുന്നുണ്ട്. അപ്പോൾ ബബിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനും അമിതും തമ്മിലുള്ള ഏതോ വീഡിയോ ക്ലിപ്പിങ്സൊക്കെ ഇവന്മാർക്ക് അവൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവൻ മനഃപൂർവ്വം ചീറ്റ് ചെയ്യുമായിരുന്നു, അവനെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബബിത രണ്ടും കൽപ്പിച്ച് തന്നെ അമിത്തിനെ അന്വേഷിക്കുകയാണ്. ആ സമയത്ത് അമിത്തും ആ ഗേൾ ഫ്രണ്ടും കൂടി ഒരു കോഫി ഷോപ്പിൽ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം ബബിത അറിയുന്നില്ലായിരുന്നു. അങ്ങനെ ബബിത ആ സമയത്ത് തന്നെ ഇവരെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ബബിതയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്, ഞാനും അമിതുമായിട്ട് പ്രേമിച്ച് നടക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഞങ്ങളൊരു ഐസ്ക്രീം പാർലറിൽ പോകാറുണ്ടായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു ഊഹം വെച്ചുകൊണ്ട് അമിത്തിനെ അന്വേഷിച്ച് ആ ഒരു കോഫി ഷോപ്പിലോട്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമിത്തും ആ ഗേൾ ഫ്രണ്ടും. അങ്ങനെ അവർ രണ്ടുപേരെയും നേരിട്ട് ബബിത കാണുന്നുണ്ട്. അങ്ങനെ ബബിത അവിടെ നിന്നിട്ടും അമിതിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഒരു സീനാകണ്ടെന്ന് കരുതി ബബിത പിന്നെയും ഫോൺ ചെയ്യുകയാണ്. ആ സമയത്ത് അമിത് ഫോൺ എടുക്കാതെ ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ്. ബബിതയ്ക്ക് സങ്കടവും ദേഷ്യമൊക്കെ വന്നുകൊണ്ട് ബബിത നേരെ വീട്ടിൽ വരികയാണ്. ഫോണൊക്കെ തല്ലി പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ബബിത പറയുന്നുണ്ട്, അവൻ എന്നെ മനഃപൂർവ്വം ചീറ്റ് ചെയ്തതാണ്, അവൻ എൻ്റെ ജീവിതം തകർത്തു, ഇനി ഞാൻ എന്തിനാണ് ഇനി ജീവിക്കുന്നത്, ഞാൻ ഇനി ജീവിച്ചതിൻ്റെ കാര്യമില്ല. അന്നേ മനോട്ടനും അലീന ചേച്ചിയെല്ലാം എന്നോട് പറഞ്ഞതാണ് അവൻ ആൾ ഫ്രോഡാണ്, അവൻ എന്നെ ചതിക്കുമെന്ന്. പക്ഷേ അവനെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. അവൻ എന്നോട് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനി ഞാൻ ജീവിച്ചിരിക്കത്തില്ല. എനിക്കിനി ഞാൻ എങ്ങനെ വീട്ടുകാരുടെ മുഖത്ത് നോക്കും. ഞാൻ അവനോട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട്, ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ ഏറ്റവും വലിയ തെറ്റാണല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മരണം കൊണ്ട് മാത്രമേ ഈ തെറ്റ് എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബബിത ഇരുന്നാൽ കരയുവാണ്. അവൻ്റെ ഫ്രണ്ട്സിനും പോലും ഞാനും അവനുമായിട്ടുള്ള വീഡിയോസ് വരെ അവൻ അയച്ചു കൊടുത്തു, ഇവൻ ഇത്ര വൃത്തികെട്ടവനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിത ഏങ്ങി കരയുകയാണ്. അതിനുശേഷം ഇനി ഞാൻ ജീവിച്ചതിൻ്റെ കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബിത ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ബബിതയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. അങ്ങനെ ബബിത ആശുപത്രിയിലാണെന്നുള്ള കാര്യം അലീന അറിയുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ അലീന ബബിത ഫോൺ ചെയ്യുമ്പോൾ അലീന കിട്ടത്തില്ല. ആ സമയത്താണ് രോഗത്തിൽ നിന്ന് അറിയുന്നത് ബബിത ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം. അങ്ങനെ ബബിത ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞ് അലീന വളരെയധികം വിഷമിക്കുകയും സ്റ്റാൻലിയോട് ആ കാര്യം പറയുകയും അലീനയും സ്റ്റാൻലിയും കൂടി ചേർന്ന് ബബിതയെ ഹോസ്പിറ്റലിൽ കാണാൻ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് ബാലേന്ദ്രനും വീട്ടിൽ ഷോപ്പിലെ കാര്യങ്ങളൊന്നും നോക്കാതെ ബാലേന്ദ്രനും മദ്യത്തിന് സഹായം തേടി ജീവിക്കുകയാണ്. അങ്ങനെ വീട് മൊത്തത്തിലൊരു തലതിരിഞ്ഞ അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വൈജയന്തിയുടെ കയ്യിൽ നിൽക്കുന്നൊരവസ്ഥയിലല്ല വീട്. ബബിതയുടെയും ബാലേന്ദ്രൻ്റെ ഒക്കെ ജീവിതം ഇങ്ങനെ താളപ്പിഴകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലീനയ്ക്ക് വീണ്ടും വീട്ടിലോട്ട് വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.